ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് വലിയ ചെമ്മീൻ തന്നെയാണ്, ഒരു 250 ഗ്രാമൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അടുപ്പ് കത്തിച്ച് ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ചെമ്മീൻ അവിടെ കിടന്ന് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് 2 സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ ഇത് പകുതി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി നമ്മളൊരു മിക്സിയുടെ ജാറ് ചേർത്തിട്ട് അരച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പകുതി തക്കാളി, പകുതി വെളുത്തുള്ളി, ഇഞ്ചി, സവാള, കറിവേപ്പില ഒക്കെ ചേർത്തിട്ട് അത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം, കുറച്ച് വെള്ളം ചേർത്തിട്ട്. നമുക്കത് അരച്ചിട്ട് എടുക്കാം. അപ്പോഴത്തേക്ക് ചെമ്മീൻ അവിടെ റെഡിയാവും. അപ്പോൾ ഇനി അത് അരച്ചിട്ട് വരാം. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ കുറച്ചിട്ടു. സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തു. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത്, ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് ചെമ്മീൻ്റെ അകത്ത്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി തക്കാളി പകുതി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്തിട്ട് നന്നായി വഴറ്റുക. ഒരു ബ്രൗൺ നിറമൊക്കെ ആയി വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് അല്പം മാത്രം വെള്ളം ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി 1 സ്പൂണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒക്കെ ചേർത്തതിന് ശേഷം ഒന്നുകൂടി വഴറ്റിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെമ്മീൻ എണ്ണി ചേർക്കുക എന്ന് വിചാരിക്കരുത് കേട്ടോ. അതൊരു വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ചേർത്തൊന്നേ ഉള്ളൂ. അപ്പോൾ ചെമ്മീൻ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ നമ്മൾ ആദ്യം അരച്ച് വെച്ച ആ മിക്സ് ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. അതിന് ശേഷം 1 സ്പൂൺ തൈരും കൂടെ ചേർക്കുക. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം ഫിനിഷായി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. ഒരു അലങ്കാരത്തിന് കുറച്ച് കറിവേപ്പിലയും
സവാളയും കൂടെ അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ശേഷം ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അതാ ഇത് നല്ലൊരു ചെമ്മീൻ കറിയാണ് കേട്ടോ. നിങ്ങൾ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിച്ച് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു.